ആകാശവാണിയുടെ കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വീണ്ടും ആലോചന. വർഷങ്ങളുടെ പ്രക്ഷേപണ പാരമ്പര്യമുള്ള റീജിയണൽ ന്യൂസ് യൂണിറ്റിനാണ് താഴിടാൻ പ്രസാർ ഭാരതി നീക്കം നടത്തുന്നത്. പ്രാദേശിക വിഭാഗം അടച്ചുപൂട്ടുന്നതിനെതിരെ കോഴിക്കോട് ആകാശവാണിയുടെ മുന്നിൽ റേഡിയോ ലിസണേഴ്സ് ഫോറം പ്രതിഷേധം നടത്തി. 1966 ഏപ്രിൽ 14 മുതൽ മലബാറിൽ നിന്നുള്ള ഈ സംപ്രേഷണം നിർത്തലാക്കാനാണ് പ്രസാർ ഭാരതി നീക്കം നടത്തുന്നത്. മലബാറിന്റെ ഭാഷാപരവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ പരിഗണിച്ചാണ് തിരുവനന്തപുരത്ത് വാർത്താ യൂണിറ്റ് ഉണ്ടായിരിക്കെ കോഴിക്കോട്ടും തുടങ്ങിയത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു റീജിയണൽ ന്യൂസ് യൂണിറ്റ് മതിയെന്ന കാരണം പറഞ്ഞാണ് കോഴിക്കോട്ട് നിലയും നിർത്താൻ ഒരുങ്ങുന്നത്. 60 വർഷത്തെ പാരമ്പര്യമുള്ള ജനപ്രിയ വാർത്താ വിഭാഗം നിർത്തലാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രതിഷേധത്തിന് ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട വാർത്താ വായനക്കാരൻ ഹക്കീം കുട്ടായും ഉണ്ടായിരുന്നു. 60 വർഷത്തിലേറെയായി ഈ ആകാശവാണി നിലയത്തിലെ പ്രാദേശിക വാർത്താ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാദേശിക വാർത്താ വിഭാഗത്തിൻ്റെ ഭാവി ഈ മെയ് മാസത്തിന് ശേഷം എന്താവും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം പുതിയ സ്റ്റാഫുകളില്ല, ആരുമില്ല. നിലവിലുള്ള ഏക സ്ഥിരം ന്യൂസ് റീഡർ മെയ് 31 പടിയിറങ്ങുന്നതോടെ കോഴിക്കോട്ടെ പ്രാദേശിക വാർത്താ വിഭാഗത്തിന് പൂട്ടുവീഴും. കോഴിക്കോട്ട് നിന്നുള്ള പ്രാദേശിക വാർത്തകൾക്ക് ഒട്ടേറെ ശ്രോതാക്കളുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയുടെ കോഴിക്കോട് നിലയം മലബാറുകാരുടെ ഒരു ഉണർത്തുപാട്ടായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്. വാസ്തവത്തിൽ സാഹിത്യകലാ സാംസ്കാരിക രംഗത്ത് ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. അധികാരികളോട് പ്രത്യേകിച്ചും അഭ്യർത്ഥിക്കുന്നു, ഈ പ്രക്ഷേപണ നിലയം ഇവിടെ തുടർന്ന് പോകണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആഗ്രഹം. പ്രാദേശിക വിഭാഗം അടച്ചുപൂട്ടുന്നതിനെതിരെ ജനപ്രതിനിധികൾ ഇടപെടണമെന്നാണ് ശ്രോതാക്കളുടെ ആവശ്യം. അനൂപ് എസ് നായർക്കൊപ്പം അജയ് കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.